ഇസ്രായേൽ ഹമാസ് സംഘർഷം പശ്ചിമേഷ്യയിലാകെ ഭീതി പരത്തിയിരിക്കുന്നു. ഗസയിൽ നിന്ന് യുദ്ധം ഇറാനിലേക്കും ലെബനിലേക്കും വ്യാപിച്ചു. തുർക്കിയും ഇസ്രായേലിനെതിരെ നിലപാടുമായി നിൽക്കുന്നു. ഗസയിൽ ശക്തമായ ആക്രമണവുമായി ഇസ്രായേൽ സേന മുന്നോട്ടു പോകുന്നു. അതിനിടയിൽ ഇസ്രായേലിനെ വെള്ളം കുടിപ്പിക്കുകയാണ് ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സ്. ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് അൽ ഖാസം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ മെർക്കാവ ടാങ്കിന് നേരെ ആക്രമണം നടത്തുന്ന ദൃശ്യമാണ് ഹമാസ് സായുധ സേന പുറത്തുവിട്ടത്. ഷവാസ് ബോംബ് ഉപയോഗിച്ചാണ് ടാങ്കിനെ ആക്രമിച്ചതെന്നാണ് അൽ ഖസാം ബ്രിഗേഡ്സ് അവകാശപ്പെടുന്നത്. വടക്കൻ ഗസയിൽ അൽ ഖസാം ബ്രിഗേഡ്സിന്റെ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ സൈനിക വാഹനം തകർന്നു. നവംബർ 19 നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നതെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. നവംബർ 18 മറ്റൊരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. ഇസ്രായേൽ സൈന്യത്തിനെതിരെ നടത്തിയ ആക്രമണം എന്ന് അവകാശപ്പെട്ടാണ് ഈ വീഡിയോയും അൽ ഖസാം ബ്രിഗേഡ്സ് പുറത്തുവിട്ടത്. ജബാലിയയിൽ ശക്തമായ പോരാട്ടമാണ് ഇസ്രായേൽ സൈന്യത്തിനെതിരെ അൽ ഖസാം ബ്രിഗേഡ്സ് നടത്തുന്നതെന്നാണ് റിപ്പോർട്ട്. ആക്രമണം ശക്തമായി തുടരുന്നതിനിടെ അപ്രതീക്ഷിതമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും കഴിഞ്ഞ ദിവസം ഗസയിൽ സന്ദർശനം നടത്തി. ബന്ദികളുടെ മോചനത്തിനും വെടിനിർത്തലിനും വേണ്ടിയുള്ള ചർച്ചകൾ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഗസ സന്ദർശനം. യുദ്ധം അവസാനിക്കുന്നതോടെ ഹമാസ് ഗസയിലുണ്ടാകില്ലെന്നാണ് നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം. ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് നെതന്യാഹു പറയുന്നു. ഹമാസ് മേഖലയിലുള്ള ഇസ്രായേൽ സൈനിക ക്യാമ്പുകൾ നെതന്യാഹു സന്ദർശിച്ചു. ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ പൗരന്മാരെ കണ്ടെത്തുന്നതിന് സഹായിക്കുന്നവർക്ക് പാരിതോഷികവും നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓരോ ബന്ദിക്കും $50 ലക്ഷം നൽകുമെന്നാണ് നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം. ബന്ദികളുടെ മോചനത്തിനായി എത്ര പണവും ചെലവഴിക്കാൻ തയ്യാറാണെന്ന് നെതന്യാഹു മുമ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടക്കൻ ഗസയിൽ ഹമാസിന്റെ പ്രവർത്തനങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഗസയിൽ നെതന്യാഹുവിൻ്റെ സന്ദർശനമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 1 വർഷത്തോളമായി ഹമാസ് തടവിൽ കഴിയുന്ന ഇസ്രായേൽ പൗരന്മാരുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശക്തമായ നടപടികൾ ഇസ്രായേൽ ഭരണകൂടം എടുക്കുന്നില്ല എന്ന വിമർശനവും അതിനിടെ ഉയരുന്നുണ്ട്. ബന്ദികളെ ദ്രോഹിക്കാൻ തുനിഞ്ഞാൽ കൈകളിൽ രക്തം പൊരുളുമെന്നും ഹമാസിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും നെതന്യാഹു ഭീഷണി മുഴക്കിയിരുന്നു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രിക്കും സൈനിക മേധാവിക്കുമൊപ്പം ഗസ സന്ദർശന വേളയിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ സന്ദേശത്തിലാണ് നെതന്യാഹു ഈ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, നെതന്യാഹുവിൻ്റെ സഹായി ബന്ദിമോചന ചർച്ചകളിലെ രഹസ്യവിവരങ്ങൾ വിദേശ മാധ്യമങ്ങൾക്ക് ചോർത്തിയതായും ആരോപണം ഉയരുന്നുണ്ട്. അതീവ രഹസ്യ സ്വഭാവമുള്ള സൈനിക രഹസ്യാന്വേഷണ രേഖയാണ് ചോർന്നതെന്ന് ഇസ്രായേലിലെ റിഷോൺ ലെസിയോൺ മജിസ്ട്രേറ്റ് കോടതിയാണ് വ്യക്തമാക്കിയത്. ടൈംസ് ഓഫ് ഇസ്രായേലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഈ വർഷം സെപ്റ്റംബറിൽ ജർമ്മനിയിലെ ബിൽഡ് ദിനപത്രത്തിനാണ് ഈ രേഖകൾ നൽകിയത്. പൊതുജനാഭിപ്രായം അനുകൂലമാക്കാനാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഓഗസ്റ്റ് അവസാനം 6 ബന്ദികളെ ഹമാസ് കൊലപ്പെടുത്തിയതിനു ശേഷം നെതന്യാഹുവിനെതിരായ പരസ്യ വിമർശനം കുറയ്ക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യമെന്നാണ് കരുതുന്നത്. നെതന്യാഹുവിൻ്റെ സഹായി എലി ഫെൽസാണ് കേസിലെ പ്രധാന പ്രതി. പൊതുജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും ചർച്ചകളിലെ കാലതാമസത്തിന് ഹമാസ് നേതാവ് യഹ്യ സിൻവറിനെ ഉത്തരവാദിയാക്കാനും ബന്ദികളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ഹമാസിനെതിരെ വരാനും വേണ്ടിയാണ് ഈ രേഖകൾ ചോർത്തിയെന്നാണ് ആരോപണം ഉയരുന്നത്. സെൻസിറ്റീവ് ഇന്റലിജൻസ് വിവരങ്ങൾ ചോർത്തിയതിന് ഈ മാസം ആദ്യമാണ് ഫെൽസ്റ്റീനെ അറസ്റ്റ് ചെയ്തത്.